ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചി കാല് പിടിച്ച് പറഞ്ഞു, രേവതി ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. രേവതിയും ചങ്ക് പൊട്ടി കരയുവാട്ടോ. ഇത് കഴിഞ്ഞ് നമ്മുടെ രേവതി ആലോചിക്കുക സച്ചി ഏട്ടൻ പറഞ്ഞതിനെ പറ്റിയും അതുപോലെ തന്നെ മഹേഷ് പറഞ്ഞതിനെ പറ്റിയും. അങ്ങനെ രേവതി ആലോചിച്ച് രണ്ടും കൽപ്പിച്ച് തന്നെ തീരുമാനിക്കുകയാണ് ഇനി സച്ചിയുടെ ഭാഗത്തുള്ള സത്യം കണ്ടെത്തണമെന്ന്. അദ്ദേഹം ഇങ്ങനെ ഒരിക്കലും എന്നോട് യാചിച്ചു പറയാറില്ല. ഇനിയും അദ്ദേഹത്തെ ഞാൻ വിശ്വസിക്കാതിരിക്കുന്നത് തെറ്റാണ്. ഇതിലെന്തോ വലിയ ചതി നടന്നിട്ടുണ്ട്, അതെന്തായാലും കണ്ടെത്തണമെന്ന് തന്നെ രേവതി ഉറപ്പിക്കുക. അങ്ങനെ രേവതി ആ രാത്രി മനസ്സുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് ഇനി എൻ്റെ സച്ചേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഞാൻ തന്നെ തെളിയിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ സച്ചി പോലീസ് സ്റ്റേഷനിൽ വന്നു, തൻ്റെ വണ്ടിയുടെ അരികിൽ. അപ്പോൾ ഒരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് വന്നു. ആരാ എന്താ അവിടെ ഇങ്ങ് വന്നേ എന്നും പറഞ്ഞ് സച്ചിയെ വിളിച്ചു കേട്ടോ. നീ എന്താടാ അവിടെ ചെയ്യുന്നേ? അയ്യോ സാർ, ഇത് എൻ്റെ വണ്ടിയാണെന്ന് സച്ചി പറയുമോ? അതെനിക്കറിയാം, കുടിച്ച് വണ്ടി ഓടിച്ചത് കൊണ്ട് ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നതല്ല. നീ സാറ് സച്ചിയോട് പറയുമ്പം സാർ ഞാൻ കുടിച്ച് വണ്ടി ഓടിച്ചിട്ടില്ല സാർ, എനിക്ക് എൻ്റെ വണ്ടി വേണമെന്ന് പറയുമ്പം അകത്ത് ASI സാറുണ്ട്, അങ്ങോട്ടൊന്ന് പറയാൻ പറയും. അപ്പോൾ ശരി സാറെന്നും പറഞ്ഞു പാവ സച്ചി അകത്തേക്ക് കയറി ചെല്ലുക. സച്ചി അകത്തേക്ക് കയറി പോകുമ്പോൾ ഈ പോലീസുകാരൻ ഇങ്ങനെ ഒരു കളിയാക്കി ചിരിയും കൊണ്ട് നിൽക്കുക. സച്ചി അകത്തേക്ക് കയറി ചെന്നു. ഫേമസ് ആകാൻ വേണ്ടി ആൾക്കാരെ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞ് സച്ചി അകത്ത് കയറി ചെന്നപ്പം അവിടെ ഇരുന്ന ഈ പോലീസുകാർ പറയാം, നീ എളുപ്പത്തിൽ കയറി അങ്ങ് ഫേമസ് ആയല്ലോടാ എന്നും പറഞ്ഞ്. ഓരോരുത്തർ കോടികളും മുടക്കി സിനിമ ചെയ്യുന്നു. ചില സിനിമകളെ 100 ആൾക്കാർ പോലും കാണത്തില്ല. ഒരു മുതൽ മുടക്കില്ലാതെ എടുത്ത് ഇവൻ്റെ വീഡിയോ ലോകം മുഴുവനും കണ്ടില്ലേ, കുടിയൻ ഡ്രൈവർ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയെ പറയാം. അപ്പോൾ വൈറലാൻ വേണ്ടി കരുതിക്കുട്ടി വണ്ടി കള്ളുപിടിച്ചാണോടാ, വണ്ടി ഓടിച്ചാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ അതൊന്നും അല്ല, ചിലർക്കേ വെള്ളം അടിച്ചാലേ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നീയും അങ്ങനെ തന്നെ ആണോടാന്ന് ചോദിച്ചു. വെള്ളം അടിച്ചില്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ചോദിച്ച് ഇവരിങ്ങനെ സച്ചിയെ കളിയാക്കിക്കൊണ്ടിരിക്കും. സാർ ഞാൻ പകൽ കുടിക്കാറില്ല, കുടിച്ചിട്ട് ഡ്രൈവ് ചെയ്യാറുമില്ല എന്ന് സച്ചി പറയുവാണ്. എടാ പിന്നെ നീ പാല് കുടിക്കാനാണോടാ ബാറിൽ കയറിയതെന്നും ചോദിച്ചുകൊണ്ട് ഈ സാറുമാരിങ്ങനെ ചോദിക്കുമ്പോൾ സാർ ബാറിൽ പോയത് എൻ്റെ കാറ് ട്രിപ്പ് വിളിച്ചവരെ കാണാനാ, ഞാൻ കുടിച്ചിരുന്നില്ലെന്നും ആ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തവരെ എഡിറ്റ് ചെയ്തങ്ങനെ ആക്കിയതാണെന്ന് നമ്മുടെ സച്ചി പറയുക. ഇത് നീ കൊച്ചു പിള്ളേരോട് പറഞ്ഞാൽ പോലും അവർ പോലും വിശ്വസിക്കത്തില്ലല്ലോടാ. നീ സാറ് പറയുമ്പോൾ സാർ ഞാൻ സത്യമായിട്ടും മദ്യം കഴിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു. ചില സിനിമയിൽ കാണുന്നത് പോലെ കാറ് നിർത്തി നട റോട്ടിൽ ഇറങ്ങി ഒരു ഡാൻസൊക്കെ കളിക്കുക, അതും കൂടി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ സെറ്റപ്പായിരുന്നു. ഇതിനേക്കാളും കൂടുതൽ നിന്റെ വീഡിയോ കാണുകയും ചെയ്തേരേടാ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത്. എടാ കുടിയന്മാരുടെ ഡാൻസേ എപ്പോഴും ഹിറ്റാ, നിനക്കറിയാമോ? അപ്പം ഞാൻ കുടിച്ചിരുന്നില്ലെന്നല്ലേ പറഞ്ഞു സാറെന്ന് പറഞ്ഞു സച്ചി ഭയങ്കരമായിട്ട് നിലവിട്ടങ്ങ് പറയുമ്പോഴേക്കും എന്താണോ നീ ഒച്ച വയ്ക്കുന്നതെന്ന് ചോദിച്ചു സാറ് സച്ചിയോട്. നിന്നെപ്പോലെ എത്രയോ പേരെ ദിവസം കാണുന്നവരാടാ ഞങ്ങളെന്നൊക്കെ പറഞ്ഞ് വീണ്ടും കളിയാക്കിക്കൊണ്ടിരിക്കാം. തെറ്റ് ചെയ്യും, എന്നിട്ട് പാവമായിട്ട് അഭിനയിച്ച് അതങ്ങ് നിഷ്പ്രയാസം നിഷേധിച്ച് കളയും. സാർ എൻ്റെ കാറ് തന്നാൽ എനിക്ക് പോകായിരുന്നു എന്ന് പറയുമ്പം നീ പറയുന്നത് കേട്ടാൽ തോന്നും നിന്റെ കാർ ഇവിടെ സർവീസ് ചെയ്യാൻ തന്നിരിക്കുകയാണെന്ന്. ആണോടാ? അയ്യോ സാർ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല സാർ, എനിക്ക് എൻ്റെ കാർ വിട്ടു തരണം സാറെന്ന് സച്ചി കാല് പിടിച്ചു പറയാം. കാർ കൊണ്ടുപോകാൻ ഞാൻ വന്നെന്ന് പറയുമ്പം ഇതൊക്കെ നീ SI സാറിനോട് പറഞ്ഞാൽ മതിയെന്നും. അദ്ദേഹം ഇപ്പോൾ വരും, അവിടെ ചെന്ന് പറ, ഞങ്ങൾക്കതൊന്നും കേൾക്കണ്ട, നീ അവിടെ പോയി വെയിറ്റ് ചെയ്യാനും ഈ സാറുമാർ പറഞ്ഞു. നീ എന്നിട്ട് ഇവിടെ ചുമ്മാ ഇരിക്കണ്ട, അപ്പോൾ A4 ഷീറ്റ് പേപ്പർ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു സച്ചിയോട്. അതെന്തിനാ? അപ്പോൾ സച്ചി ഇങ്ങനെ നിനക്കെന്താടാ പറഞ്ഞ ചെവി കേട്ടൂടെ, പോയിട്ട് വാടാന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ പറഞ്ഞു വിടുക. അതിനുശേഷം കാശിൻ്റെ കാര്യമൊക്കെ നമുക്ക് ആലോചിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പോലീസുകാർ സച്ചിയോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. ആ സമയത്ത് സച്ചി കുറേ പേപ്പർ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോഴേക്കും പേപ്പർ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ പുറത്തിരിക്കുന്ന സാറിനോട് പറഞ്ഞു പേപ്പർ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന്. ഇന്നകത്തോട്ടേ എല്ലാം പറഞ്ഞു. അങ്ങനെ സച്ചിയെ അകത്തേക്ക് പറഞ്ഞു വിട്ടു. പന്ത് തട്ടുന്നത് പോലെ പോലീസ് സ്റ്റേഷനിലോട്ട് തട്ടിക്കൊണ്ടിരിക്കുക നമ്മുടെ സച്ചിയെ. ആ പേപ്പർ സാറെന്ന് പറയുമ്പോൾ അവിടെ കൊണ്ട് വെക്കടാന്ന് പറഞ്ഞു. സച്ചി അത് അവിടെ വെച്ചു. സാർ എൻ്റെ കാർ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിന്നോട് പറഞ്ഞില്ലേടാ SI സാർ വന്നിട്ട് ചോദിക്കാവുന്ന. നീ ഒരു കാര്യം ചെയ്യേ, അവിടെ ഹോട്ടലിൽ ചെന്നേ എനിക്കൊരു ചായയും വടയും വാങ്ങിച്ചുകൊണ്ട് വന്നേന്നൊക്കെ പറഞ്ഞ് സച്ചിയെ കൊണ്ട് ജോലികൾ ഇങ്ങനെ ചെയ്യിക്കുക. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ചായ വേണോ? വേണം സാർ എന്ന് പറഞ്ഞു. സച്ചിയുടെ പല്ല് കടിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, അതൊക്കെ കടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്നാൽ നീ പോയിട്ട് 3 ചായ വാങ്ങിച്ചോണം, 3 വടയും വാങ്ങിച്ചോളാനൊക്കെ ഈ സാറുമാർ സച്ചിയോട് പറഞ്ഞു. എന്താടാ നിനക്ക് പറ്റില്ല എന്ന് ചോദിക്കുമ്പോൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് സച്ചി ചായയും വടയും വാങ്ങിക്കാൻ പോവാം. അങ്ങനെ സച്ചി ചായയും വടയും വാങ്ങിക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെന്ന സമയത്ത് സച്ചിയുടെ ഫോണിലേക്ക് കോള് വന്നു. അപ്പോൾ സച്ചി ആണെങ്കിൽ ആ കോള് കണ്ടപ്പോൾ അത് കട്ട് ചെയ്തു കേട്ടോ. എന്നിട്ട് നേരെ അകത്തേക്ക് കയറി ചെന്നു, ഇവർക്ക് ചായയും വടയൊക്കെ കൊടുത്തു. അങ്ങനെ അത് മേടിച്ചിങ്ങനെ ദയനീയമായിട്ട് സച്ചി ഇങ്ങനെ നിൽക്കുകയാണ്. സാർ എൻ്റെ കാറ് നിനക്കെന്താടാ പറഞ്ഞാൽ കാര്യം മനസ്സിലാവത്തില്ലേടാന്ന് സാറുമാർ സച്ചിയോട് ചോദിക്കുക. അപ്പോൾ നീ പുറത്ത് വെയിറ്റ് ചെയ്യട്ടടാ, SI സാർ വന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാവേ ചെല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയെ വീണ്ടും പറഞ്ഞു വിട്ടു. സച്ചി എന്നിട്ട് അവിടെ പുറത്ത് ചെയ്തിരുന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. കരച്ചിൽ വരുന്നുണ്ട് പാവത്തിന്. അവിടെ ഇരുന്നിങ്ങനെ
കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ എസ് ഐ സാർ അങ്ങോട്ടേക്ക് വരുന്നത്. എസ് ഐ സാർ വന്നപ്പോൾ സച്ചി പുറത്തിരിപ്പുണ്ട്. അപ്പോൾ എസ് ഐ സാർ അകത്ത് കയറി ചെന്നിട്ട് അവിടുത്തെ കോൺസ്റ്റബിളിനോട് എന്തൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അവിടുന്ന് എസ് ഐ ഒരു പയ്യൻ കുറച്ച് നേരമായിട്ട് വെയിറ്റ് ചെയ്യാണ് സാർ എന്ന് പറഞ്ഞു. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പറയാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചി സാറിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം അന്ന് കള്ളു കുടിച്ച് വണ്ടി ഓടിച്ച ആ ഒരു കേസുണ്ടല്ലോ സാർ, വൈറൽ വീഡിയോ, അതിലെ നായകനായി നിൽക്കുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലായി, എനിക്ക് മനസ്സിലായെന്ന് എസ് ഐ സാർ പറഞ്ഞു. എന്താടോ ഇപ്പോഴും കുടിച്ചിട്ടാണോ വന്നെന്ന് ചോദിച്ചപ്പം അയ്യോ ഇല്ല സാർ, ഞാനിപ്പോൾ കുടിച്ചിട്ടില്ല എന്ന് സച്ചി പറയാം. ഞാൻ ഇതുവരെ കുടിച്ച് വണ്ടി ഓടിച്ചിട്ടില്ല സാർ, എന്നെ ചെക്ക് ചെയ്യാതെ എൻ്റെ കാർ എടുത്തുകൊണ്ട് വരുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസിൻ്റെ ജോലി ശരിയാമണ്ണം ചെയ്തില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചുകൊണ്ട് എസ് ഐ ദേഷ്യപ്പെടുക സച്ചിയോട്. എന്നിട്ട് നീ കുടിച്ചിട്ടില്ല എന്ന ആ വീഡിയോ കണ്ടാലേ ആരും പറയില്ലല്ലോടാ എന്ന് പറയുമ്പം സാർ വീഡിയോ എടുത്തവർ എഡിറ്റ് ചെയ്ത് അങ്ങനെ ആക്കിയതാണ് സാർ, ഞാൻ കുടിച്ചിരുന്നില്ല സാർ എന്ന് സച്ചി എസ് ഐ സാറിനോട് പറയാം. സാർ വേണമെങ്കിൽ ഞാൻ ഫൈൻ അടയ്ക്കാം സാർ, എനിക്ക് എൻ്റെ കാർ വിട്ട് തരണമെന്ന് പറയുമ്പം നീ പറയുന്നത് കുടിച്ചില്ലെന്ന് പിന്നെന്തിനാ ഫൈൻ അടയ്ക്കാമെന്ന് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ സാർ എന്നെ ആരും വിശ്വസിക്കുന്നില്ല സാർ, കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരും എന്നെ വിശ്വസിക്കുന്നില്ല, എൻ്റെ കാർ എനിക്ക് വേണം സാർ എന്ന് സച്ചി പറയുമ്പോൾ എന്തിനാടാ നിനക്ക് കാറ്, ആളെ കൊല്ലാനാണോ എന്ന് എസ് ഐ സാറ് ചോദിക്കാം. അയ്യോ സാർ, കുടിച്ച് ലെക്ക് കെട്ട് വണ്ടി ഓടിച്ച് റോഡ് ചോരക്കളമാക്കുകയാണ് നിന്നെപ്പോലുള്ള കുടിയന്മാർ ചെയ്യുന്നത്. നിന്നെക്കുറിച്ചാണ് ഇപ്പോൾ ആൾക്കാരുടെ സംസാരം പോലും. നിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യണമെന്ന് ഓർഡർ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് നീ കാറ് തിരികെ വാങ്ങണമെന്നും വേണമെന്നൊക്കെ പറയുന്നത്. ലൈസൻസ് ഇല്ലാത്ത നിനക്ക് നിങ്ങളുടെ കാറെന്ന് പറയുമ്പോൾ സാർ അങ്ങനെയൊന്നും ചെയ്യരുത് സാർ, പ്ലീസ് സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യരുത് സാർ എന്ന് പറഞ്ഞ് കാല് പിടിച്ച് പറയാം സച്ചി. എനിക്ക് ഈ തൊഴിൽ മാത്രമേ അറിയുള്ളൂ, എനിക്ക് കാർ ഓടിക്കാൻ മാത്രമേ അറിയുള്ളൂ സാർ, കാർ ഓടിച്ചിട്ട് ഞാൻ കുടുംബം നോക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ഈ ബോധം കുടിച്ചിട്ട് കാർ ഓടിക്കുന്നതിന് മുന്നേ ഉണ്ടാകണമായിരുന്നു, കാറ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നീ കോടതിയിൽ ചെന്ന് വാങ്ങിച്ചോളാനും പറഞ്ഞു. അപ്പോൾ അയ്യോ സാർ ക്ഷമിക്കും സാർ, ഞാൻ ഫൈൻ അടച്ചോളാം സാർ, കോടതി കേട്ടില്ലേ സാർ, എനിക്ക് കുറേ കടമൊക്കെ ഉള്ളതാ സാർ എന്നൊക്കെ പറഞ്ഞു. കാർ ഓടിച്ചില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എനിക്കെന്നൊക്കെ പറയുമ്പോൾ കാർ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, പോകാൻ നോക്കാൻ പറഞ്ഞുകൊണ്ട് സാർ ഇങ്ങനെ ഒച്ച വെച്ചു. അപ്പോൾ സാർ പ്ലീസ് സാർ എന്ന് പറഞ്ഞപ്പോൾ പോകാൻ നോക്കടാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് അദ്ദേഹം ഓടിച്ചു വിടുക. അപ്പോൾ സച്ചി സങ്കടപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് പോകുക കേട്ടോ. അവിടെ ചെന്നിട്ട് സച്ചിക്ക് കാറ് കിട്ടിയില്ല. സച്ചി തകർന്ന് തരിപ്പണമായിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു. കാറിൽ വന്ന് കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലും കരഞ്ഞിട്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് പോയി. ഈ സമയത്താണ് നമ്മുടെ രേവതി ആ ബാറിൽ ചെല്ലുന്നത്. സച്ചി വന്ന ആ ബാറിൽ, അപ്പോൾ ആ ബാറിലേക്ക് രേവതി വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ അവിടെ ഇരിക്കുന്ന കുറേ കുടിയന്മാർ ഏടാ പുതിയ ആൾക്കാരൊക്കെ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് രേവതിയെ കണ്ട് എന്താ സംസാരിക്കുക. കാലമൊക്കെ മാറിപ്പോയി അളിയാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയെ നോക്കി ഇവന്മാർ പറയുന്നു. രേവതി എന്നിട്ട് ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു ചമ്മലോട് കൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. തോറ്റു കൊടുക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ രേവതി അവിടെ ഇങ്ങനെ ഭയങ്കര ധൈര്യമായിട്ട് നിൽക്കുക. അപ്പോൾ രണ്ടവന്മാർ അതുവഴി വന്നു. അപ്പോൾ രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവന്മാരെല്ലാവരും കൂടെ രേവതിയെ ഒരുമാതിരി വൃത്തികെട്ട കണ്ണുകൾ കൊണ്ട് നോക്കുവാണ്. അപ്പോൾ എന്നിട്ട് ഒരുത്തനാണെങ്കിൽ ആ മൊബൈൽ അങ്ങോട്ട് എടുത്തു. മൊബൈൽ എടുത്തിട്ട് നമസ്കാരം ഗൈസ് എന്നും പറഞ്ഞ് നമ്മുടെ നാട് എവിടേക്കാണ് പോകുന്നത്, നമ്മുടെ നാട്ടിലെ ബാറിലും കള്ള് ഷാപ്പിലും സ്ത്രീകളെ ഇങ്ങനെ കാണാറില്ല, എന്നാൽ ഇപ്പോൾ സ്ത്രീകളെ ഇവിടെ കണ്ടു തുടങ്ങിയിരിക്കുന്നു, ആ കാഴ്ച നിങ്ങളെ ലൈവായി കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാർ ഫോണിൽ ഇങ്ങനെ പിടിക്കാം. മദ്യപിക്കാനായി ബാറ് തുറക്കുന്നതും കാത്തു നിൽക്കുകയാണ് ഒരു പെൺകുടിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയെ പറ്റി ഇവന്മാർ പറയുന്നുണ്ട്. രേവതിയുടെ ഫേസൊക്കെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഇതാണ് ആ പെണ്ണെന്ന് പറഞ്ഞു. രേവതി ഇത് കണ്ട് അന്തം വിട്ട് നിൽക്കുക കേട്ടോ. ദൈവത്തിൻ്റെ നാടാണെന്ന് നമ്മുടെ കേരളം എന്നൊക്കെ പറഞ്ഞത് ഒരു കാര്യമില്ലെന്നൊക്കെ പറഞ്ഞു ഇവൻ ഇങ്ങനെ കസായി കയറുക. നാൾക്ക് നാൾ മദ്യപിച്ച് ബോധം നശിക്കുന്നവരുടെ നാടായി ഇത് മാറുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാർ ഇങ്ങനെ കിടന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നേ. അവിടെ ഇരുന്ന ആൾക്കാരൊക്കെ അന്തം വിട്ട് ഇവന്മാരെങ്ങനെ നോക്കുക. അതിൽ സ്ത്രീകളും ഉണ്ടെന്നുള്ളതാണ് കഷ്ടം. അങ്ങനെ ഒരു സ്ത്രീയാണ് നിങ്ങളിപ്പോൾ കാണുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രേവതിയുടെ നേരെ നോക്കി. പറയൂ മേഡം, മദ്യപാനം തുടങ്ങിയിട്ട് എത്ര നാളായി, മദ്യം കഴിച്ചില്ലെങ്കിൽ കൈകാൽ വിറക്കി പോകുന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ട് മേഡം, ധൈര്യമായിട്ട് മേഡം പറഞ്ഞോളാം പറഞ്ഞു. അപ്പോൾ നമ്മുടെ രേവതിക്ക് കുറച്ച് സമാധാനം. എത്ര വർഷമായി മദ്യപാനം തുടങ്ങിയിട്ട്, കുടി തുടങ്ങാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്നൊക്കെ ചോദിക്കുക. കുടുംബ പ്രശ്നങ്ങൾ വല്ലതും, അതല്ല സുഹൃത്തുക്കളുമായി കമ്പനി കൂടി അതിന് അഡിക്റ്റ് ആയതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു രേവതിയോട് ഇവന്മാർ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ കുറച്ചൊന്ന് അടുത്തേക്ക് വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അടുത്തേക്ക് എന്ന് അയാൾ ചെന്നിട്ട് അവരെ ചെവിക്കല്ല് തീർത്തൊരൊറ്റ അടി അങ്ങ് രേവതി അങ്ങ് വെച്ചു കൊടുത്തു. ഇവൻ ഞെട്ടിപ്പോയി. ആ പരിസരത്തുണ്ടായിരുന്നവരെല്ലാവരും ഞെട്ടിപ്പോയി. രേവതി അങ്ങനെ ചെയ്യുമെന്ന് ഇവന്മാരൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവൻ ആ മൊബൈലും പൊക്കിപ്പിടിച്ച് വന്നതാ. എന്താണ് ഏതാണെന്ന് അറിയാതെ സോഷ്യൽ മീഡിയയിൽ അങ്ങ് കയറി വിളിച്ചങ്ങ് പറഞ്ഞോളും. നിന്നെ പോലെ മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ഏതോ ഒരുത്തൻ കണ്ണിൽ കണ്ടതൊക്കെ അപ്പാടെ വീഡിയോ എടുത്ത് ഇട്ടത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് രേവതി പറയുമ്പോൾ മേഡം എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചു.
അപ്പോൾ എല്ലാവരും വന്നു. 2-3 ദിവസം മുന്നേ എൻ്റെ ഭർത്താവ് മദ്യപിച്ചാണ് വാഹനം ഓടിക്കുന്നതെന്നും പറഞ്ഞ് ഏതോ ഒരുത്തൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു. ഈ ബാറിൽ നിന്ന് ആ വീഡിയോ എടുത്തിരിക്കുന്നതെന്നുള്ള കാര്യം പറഞ്ഞ് അദ്ദേഹം പകല് കുടിക്കാറില്ല, കുടിച്ചിട്ട് കാർ ഓടിക്കാറുമില്ല. എന്നാലേ അതൊന്നും മനസ്സിലാക്കാതെ നിന്നെ പോലെയുള്ള ഏതോ അറിവ് കെട്ടവൻ അദ്ദേഹം മുഴുക്കുടിയനാണെന്നും പറഞ്ഞ് ഒരു പോസ്റ്റ് അങ്ങ് ഇട്ടുവെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇവന്മാരുടെ കേൾക്കാൻ പറയാം. അദ്ദേഹം അങ്ങനെ ഒരാളല്ല എന്ന് എനിക്ക് തെളിയിക്കണം. എൻ്റെ ഭർത്താവിനുണ്ടായ പേര് ദോഷം മാറ്റിയെടുക്കാനാ ഞാൻ ഇവിടെ വന്ന് നിന്നത്, അല്ലാതെ മദ്യപിക്കാനല്ല എന്ന് രേവതി ഇങ്ങനെ അവന്മാരോട് അവിടെ നിന്ന് പറഞ്ഞു. നിനക്കൊക്കെ വട്ടല്ലേടാ, നിന്നെ പോലെയുള്ള കുറെ വട്ടന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഒന്നിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ദേ ഗൈസ് എന്നൊക്കെ പറഞ്ഞ് കോപ്രായും കാണിച്ച് ഓരോന്നൊന്ന് വിളിച്ച് പറയുകയാണെന്നും പറഞ്ഞു. ഇങ്ങനെ 2 എണ്ണം കിട്ടിയാലും നിനക്കൊക്കെ ബോധം വീഴുള്ളൂ എന്നും പറഞ്ഞ് രേവതി അവന്മാരോട് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് അപ്പോൾ ഒരു നിമിഷം മേഡം, ദേ ബാറിന് മുന്നിൽ വന്ന് നിൽക്കുന്ന ഈ പെൺകുടി മദ്യപിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല, ഭർത്താവിനുണ്ടായി പേരുദോഷം മാറ്റാനായിട്ട് വന്നതാ. ധീരയായിട്ടുള്ള ഒരു ഭാര്യയാണ്, പെൺപുലിയാണ് ഇവരെന്നും പറഞ്ഞ് രേവതിയെ പറ്റി അയാൾ നേരെ തല തിരിച്ചു പറയുന്നു. നോക്കടാ, ആ പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് അവനെ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ആശാന് ബോധം വന്നതെന്ന് അപ്പുറം മാറി നിന്ന് കണ്ടവരും കേട്ടവരൊക്കെ പറയുക. അപ്പോൾ ഇപ്പോഴാ അവന് ബോധം വന്നതെന്ന്. പറയൂ മേഡം, നിങ്ങളുടെ ഭർത്താവിനുണ്ടായി പേരുദോഷം നിങ്ങൾ എങ്ങനെ മാറ്റും എന്നിങ്ങനെ ചോദിച്ചു. എത്ര പെട്ടെന്നാണോ നിങ്ങൾ മാറിയത്? എന്തിനാ ഇപ്പം എന്നോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിച്ചപ്പം, അല്ല നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് കരുതി. ഇതൊക്കെ യൂട്യൂബ് ചാനലിൽ വന്നാലേ അപ്പം നിങ്ങളുടെ ഒരു ഹെൽപ്പും എനിക്ക് വേണ്ട. ദേ നിങ്ങൾക്ക് പ്രശസ്തനാകാൻ വേണ്ടി നിങ്ങളൊക്കെ എന്തും ചെയ്യും. നിസ്സഹായരായ സാധാരണക്കാരുടെ ജീവിതം കൊണ്ടാ നിങ്ങൾ എപ്പോഴും ഈ കളിക്കുന്നതെന്ന് ഓർമ്മ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ രേവതി അവിടെ കിടന്ന് കസറുവ ബാറിൻ്റെ മുന്നിൽ ചെന്ന്, സമൂഹത്തിലെ വലിയവരെ തൊടുവോ നിങ്ങൾ? എനിക്ക് പകരം സമൂഹത്തിലെ വലിയ നിലയും വിലയുള്ളൊരു പെണ്ണാണ് ഇവിടെ വന്ന് നിന്നതെങ്കിൽ അവൾ മദ്യപിക്കാൻ വന്നതാണെന്ന് നിങ്ങൾ പറയുമോ എന്ന് രേവതി അവനോട് ചോദിച്ചു. ഇത്തരം ചോദ്യങ്ങളൊക്കെ നിങ്ങൾ അവളോട് ചോദിക്കുമെന്ന് ചോദിക്കുമ്പം, അയ്യോ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ആരെയും വെറുതെ വിടാറൊന്നുമില്ല മേഡം. ഇനി ഇവിടെ നിന്ന് 2നെയും ഞാൻ വെറുതെ വിടത്തില്ല, ഇവിടുന്ന് പോകുന്ന നിനക്കൊക്കെ നല്ലതെന്ന് പറഞ്ഞു. ഓ ശരി മേഡം, ഓക്കെ എന്നും പറഞ്ഞ അവന്മാർ അവിടെ നിന്ന് പോയി. ഇവിടെ നിന്ന് പ്രശ്നമാണെന്നും പറഞ്ഞു. അപ്പോഴത്തേക്കും ബാറ് തുറന്നു. നമ്മുടെ രേവതി ബാറിനകത്തേക്ക് ചെല്ലുവാട്ടോ. അപ്പോൾ ബാറിനകത്തേക്ക് രേവതി ചെന്ന് ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ ഒരു ചേട്ടൻ അങ്ങോട്ടേക്ക് വന്നു. എന്താ നിങ്ങൾ ഇവിടെ എന്ന് ചോദിക്കുമ്പം, നിങ്ങളാരാന്ന് ചോദിച്ചു. ഞാൻ മാനേജറാണെന്ന് പറഞ്ഞു. ഓണറൊന്നും വരത്തില്ല, എന്താണെന്ന് വെച്ചാൽ കാര്യം പറഞ്ഞോളാം പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ രേവതി ആ ചേട്ടനോട് പറയാം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ അത് വീട്ടിലൊക്കെ എത്തിയിരുന്നു. അദ്ദേഹം ഇവിടെ വന്നത് കുടിക്കാനായിരുന്നില്ല, എന്നാൽ കുടിച്ച് കാർ ഓടിച്ചു എന്നും പറഞ്ഞ് ആരോ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു എന്ന് പറഞ്ഞു. ഓ ആ കേസാണല്ലേ. അവൻ കാരണമേ ഈ ബാറിന് ചീത്തപ്പേരുണ്ടായെന്നും. അല്ല എന്തിനാ ഇപ്പം നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ രേവതി അദ്ദേഹത്തിനോട് ഉള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അവൻ ഇവിടെ ഒന്ന് കുടിച്ചിട്ടുണ്ടാവും, അല്ലാതെ കാറ് മേടിച്ചുകൊണ്ട് പോവുമോ പോലീസുകാരെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ രേവതി ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ രേവതി വന്നിരിക്കുന്നത് CCTV ദൃശ്യങ്ങളും കാര്യങ്ങളും എടുക്കാനൊക്കെ ആയിട്ടാണ്. അപ്പോൾ സച്ചി നിരപരാധിയാണെന്ന് ലോകത്തെ അറിയിക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു വിശേഷമൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ. നന്ദി.